കരുനാഗപ്പള്ളിയിൽ കൊല്ലത്തെ കണക്കുകൾ വരുന്നു. കരുനാഗപ്പള്ളിയിൽ UDF മുന്നിൽ, CR മഹേഷ് 103 വോട്ടുകൾക്ക് മുന്നിൽ. ചവറയിൽ ഷിബു ബേബി ജോൺ UDF മുന്നിൽ 81. കുന്നത്തൂരിലും UDF മുന്നിൽ, ഉല്ലാസ് കോവൂർ മുന്നിൽ, കോവൂർ കുഞ്ഞുമോനേക്കാൾ 9 വോട്ടുകൾക്ക്. കൊട്ടാരക്കരയിൽ മുന്നിട്ട് നിൽക്കുന്ന KN ബാലഗോപാൽ മന്ത്രി 13 വോട്ടുകൾ. പത്തനാപുരത്ത് UDF ജ്യോതികുമാർ ചാമക്കാല മുന്നിൽ, UDF 6 വോട്ടുകൾക്ക്. KB ഗണേഷ് കുമാർ പിന്നിൽ. പുനലൂരിൽ LDF മുന്നിൽ. ചടയമംഗലത്ത് ചിഞ്ചുറാണി മന്ത്രി മുന്നിൽ. കുണ്ടകയിൽ PC വിശ്വനാഥ് മുന്നിൽ 70 വോട്ടുകൾക്ക്. കൊല്ലത്ത് ബിന്ദു കൃഷ്ണ മുന്നിൽ 47 വോട്ടുകൾക്ക്. ഇരവിപുരത്ത് നൌഷാദ് മുന്നിൽ, LDF 136. ചാത്തന്നൂരിൽ LDF മുന്നിൽ 24 വോട്ടുകൾക്ക്. ആറന്മുള അപ്ഡേറ്റ് വരുന്നു. വീണ ജോർജ് മത്സരിക്കുന്ന ആറന്മുളയിൽ ആദ്യ ലീഡ് നേടുന്നു മുന്നണിക്ക് 18 വോട്ടുകൾ. പോസ്റ്റൽ വോട്ടുകൾ അടൂരിലും LDF-ന്റെ ലീഡാണ് 9 വോട്ടുകൾക്ക്. കോന്നിയിലും ലീഡ് LDF-ന് 8 വോട്ടുകൾ. ഏറ്റുമാനൂരിലെ ലീഡ് നില വരുന്നു 37 വോട്ടുകൾക്ക്. VN വാസവൻ മുന്നിൽ എന്നതാണ്. കോട്ടയം ജില്ലയിലെ വളരെ പെട്ടെന്ന് വരുന്നുണ്ട്. ഏറ്റുമാനൂരിൽ 37 വോട്ടുകൾക്ക് മന്ത്രി VN വാസവൻ മുന്നിട്ട് നിൽക്കുകയാണ്. അവിടെ കോട്ടയം മണ്ഡലത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് മുന്നിൽ. വൈക്കത്ത് പക്ഷേ LDF-ന് ലീഡ്. കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ് UDF-ന് ലീഡ്. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ മുന്നിട്ട് നിൽക്കുന്നു. ഇതാണ് കോട്ടയത്തെ കണക്കുകൾ. ഏറ്റവും ഒടുവിൽ കൊല്ലത്താണ് വന്നത്. പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ പിന്നിൽ. പാലക്കാട് മലമ്പുഴയിൽ 14 വോട്ടിന് LDF മുന്നിൽ. A പ്രഭാകരൻ മുന്നിട്ട് നിൽക്കുകയാണ്. മലമ്പുഴയിലെ അപ്ഡേറ്റുകളും വരുന്നുണ്ട്. അങ്ങനെ 25-24 എന്ന ചിത്രമാണ് സംസ്ഥാനത്ത്. 15 മിനിറ്റ് കൊയിലാണ്ടിയിൽ പ്രവീൺ കുമാർ ഇപ്പോഴും മുന്നിട്ട് നിൽക്കുകയാണ്. ഫൈറ്റിലേക്കാണോ സംസ്ഥാനം നീങ്ങുന്നതെന്ന് സംശയിക്കണം. 25 നിലയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. എലത്തൂരിൽ AK ശശീന്ദ്രൻ മുന്നിൽ, കൊയിലാണ്ടിയിൽ പ്രവീൺ കുമാർ മുന്നിൽ, ബാലുശ്ശേരിയിൽ VT സൂരജ് മുന്നിൽ, കുന്നമംഗലത്തെ PT റഹീം മുന്നിൽ, വടകരയിൽ KK രമ മുന്നിൽ. മലപ്പുറം, മങ്കട, പെരിന്തൽമണ്ണ മണ്ഡലങ്ങളിൽ UDF-ന്, അതായത് മലപ്പുറത്ത് ഏതാണ്ട് ഭൂരിഭാഗം മണ്ഡലങ്ങളിലും UDF-ന്റെ വലിയ മുന്നേറ്റം സംഭവിക്കുന്നു. മഞ്ചേരിയിൽ UDF മുന്നിൽ, കോഴിക്കോട് നോർത്തിൽ K ജയന്ത് മുന്നിൽ. ഒപ്പം ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ BJP മുന്നിൽ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി പുറത്തു വരുന്നു. രഞ്ജിത്ത്, തൊടുപുഴ കണക്ക് വരുന്നു. തൊടുപുഴയിൽ അബു ജോസഫ്, പിതാവിന് പിൻഗാമിയായ അബു ജോസഫ് തുടക്കത്തിൽ തന്നെ മികച്ച ലീഡ് പിടിക്കുന്നു എന്നതാണ്. 25 വോട്ടിന്റെ ലീഡുണ്ട്. തൃപ്പൂണിത്തുറയിൽ LDF ആണ് കേട്ടോ. തൃപ്പൂണിത്തുറയിൽ LDF ആണ് മുന്നിൽ. തൃക്കാക്കരയിൽ പക്ഷേ UDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. തൃക്കാക്കരയിൽ UDF 55 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. കൊച്ചിയിൽ LDF-നാണ് ലീഡുള്ളത്. കളമശ്ശേരിയിലും LDF-നാണ് ലീഡുള്ളത്. വൈപ്പിനിലും LDF-നാണ് ലീഡുള്ളത്. എറണാകുളം ജില്ലയിൽ വൈപ്പിനും കളമശ്ശേരിയും കൊച്ചിയും LDF ലീഡ് ചെയ്യുന്നു. തൃപ്പൂണിത്തുറയും LDF ലീഡ് ചെയ്യുകയാണ്. അതേ ലിസ്റ്റിൽ ഒന്ന് വരുന്നുണ്ട്. അത് NDA-ക്ക് പുറമെയുള്ള ഒരു G സുധാകരൻ അമ്പലപ്പുഴയിൽ ലീഡ് ചെയ്യുന്നു. അമ്പലപ്പുഴയിൽ G സുധാകരന് ഇപ്പോൾ ലീഡുണ്ട്. ഷൊർണൂരിൽ P മമ്മിക്കുട്ടി ലീഡ് ചെയ്യുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. കൊയിലാണ്ടിയിൽ K ദാസൻ 265 വോട്ടുകൾക്ക് മുന്നിലാണ്. പിണറായി വിജയൻ ധർമ്മടത്ത് 43 വോട്ടുകൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നിലാണ് എന്ന കണക്കുകൾ. അവിടെ KB ഗണേഷ് കുമാർ തിരിച്ചു കയറിയെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പോസ്റ്റൽ വോട്ടുകളുടെ കണക്കിൽ തിരിച്ചു കയറി. അങ്ങനെയെങ്കിൽ അതാണ് സാഹചര്യം. എന്തായാലും KU ജനീഷ് കുമാർ കോന്നിയിൽ മുന്നിൽ എന്ന കണക്കുണ്ട്. 58 വോട്ടുകൾ. ഇടുക്കിയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പിന്നിൽ. അവിടെ റോയ് കെ പൗലോസ് UDF മുന്നിട്ട് നിൽക്കുകയാണ്. വളരെ നിർണായകമാണ് റോഷി അഗസ്റ്റിൻ പിന്നിൽ. ജോസ് കെ മാണി പിന്നിൽ. അതേസമയം ചവറയിൽ ഷിബു ബേബി ജോൺ മുന്നിൽ. മഞ്ചേശ്വരത്തിൽ സുരേന്ദ്രൻ ലീഡ് 33 വോട്ടിന്റെ ലീഡ് മഞ്ചേശ്വരത്തിൽ. ഇരുവേട്ട സിറിയക് തോമസ് 16 വോട്ടുകൾക്ക് മുന്നിലാണ്. കണ്ണൂരിൽ TO മോഹനൻ ലീഡ് ചെയ്യുന്ന വിവരം പുറത്തു വരുന്നു. പിറവത്ത് അനൂപ് ജേക്കബ് 67 വോട്ടുകൾക്ക് മുന്നിലാണ്. ഏറ്റവും പുതിയ കണക്ക് അത് തന്നെയാണ്. ഒപ്പം കരുനാഗപ്പള്ളി സുരേന്ദ്രൻ മുന്നിൽ. ലീഡ് കണക്കിൽ 2 മണ്ഡലങ്ങളായി മാറുന്നു. 2 മന്ത്രിമാർ പിന്നിട്ട് നിൽക്കുകയാണ്. 2 മന്ത്രിമാർ പിന്നിലാണ്. ചിഞ്ചുറാണി പിന്നിൽ, റോഷി അഗസ്റ്റിൻ പിന്നിൽ. അതേസമയം KB ഗണേഷ് കുമാർ തിരിച്ചു വരുന്നു. NDA-ക്ക് 2 കാസർഗോഡും മഞ്ചേശ്വരവും കാസർഗോഡ് NDA പ്രതീക്ഷിക്കുന്നതാണ്. കാസർഗോഡ് അശ്വനി മുന്നിൽ, K സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് മുന്നിൽ. 2 സീറ്റുകളിൽ NDA-യുടെ ലീഡ് വന്നിരിക്കുകയാണ്. ഇപ്പോഴും 30 LDF 30 UDF 30. തീർച്ചയായും നെക്ക് ടു നെക്ക് ഫൈറ്റ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. തിരുവമ്പാടിയിൽ ലിൻഡോ ജോസഫ് മുന്നിൽ എന്ന കണക്കുണ്ട്. മുന്നിലാണ്. പറവൂരിൽ VD സതീശൻ 115 വോട്ടുകൾക്ക് മുന്നിലാണ്. പറവൂരിൽ VD സതീശൻ 115 വോട്ടുകൾക്ക് മുന്നിൽ. UDF 31, LDF 30. ചിറ്റൂരിൽ
വി മുരുകദാസ് ചിറ്റൂരിൽ UDF വിജയം പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ വി മുരുകദാസ് ആദ്യഘട്ടത്തിൽ 13 വോട്ടുകൾക്ക് മുന്നിലാണ് എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. ചിറ്റൂരിൽ വി മുരുകദാസ് മുന്നിൽ, എലത്തൂരിൽ വിദ്യാ ബാലകൃഷ്ണൻ ലീഡ് ചെയ്യുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട മൂന്ന് മന്ത്രിമാർ പിന്നിൽ AK ശശീന്ദ്രൻ പിന്നിൽ, റോഷി അഗസ്റ്റിൻ പിന്നിൽ, ചിഞ്ചുറാണി പിന്നിൽ, 3 മന്ത്രിമാർ പിന്നിട്ട് നിൽക്കുന്നു. വീണ ജോർജ് മുന്നിലാണ് ഇപ്പോഴും അല്ലേ? വീണ ജോർജ് മുന്നിൽ എന്ന കണക്ക്. സംസ്ഥാനത്ത് പോരാട്ട ചിത്രം ഇങ്ങനെയാണ്, ഇഞ്ചോടിഞ്ച് പോരാണ്. പിടികൊടുക്കാതെ LDF ഉണ്ട് പിന്നിൽ, ഒപ്പമുണ്ട് UDF മുന്നേറ്റ സ്വഭാവം പ്രകടമാക്കുന്നുണ്ട്. അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ട ചിത്രമാണ് ആദ്യ മിനിറ്റുകളിൽ മുഹമ്മദ് റിയാസ് മുന്നിൽ. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് മുന്നിൽ 53 വോട്ടുകൾക്കാണ് ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് ലീഡ് ചെയ്യുന്നത്. വട്ടിയൂർക്കാവിൽ ഇപ്പോൾ മുരളീധരന്റെ ലീഡ് 116 വോട്ടുകളിലേക്ക് വന്നിരിക്കുന്നു. മഞ്ചേശ്വരത്ത് 47 വോട്ടുകൾക്ക് കെ സുരേന്ദ്രൻ മുന്നിലാണ് എന്ന കണക്കുണ്ട്. അത്തരത്തിൽ NDA 3 സ്ഥലങ്ങളിൽ കാസർഗോഡും മഞ്ചേശ്വരത്തും ഒപ്പം ചാത്തന്നൂരിലും ലീഡ് ചെയ്യുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമുണ്ട്. NDA ഇപ്പോൾ 3 സ്ഥലങ്ങളിൽ മുന്നിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജി സുധാകരന്റെ ലീഡ് അമ്പലപ്പുഴയിൽ 48 ഉയർന്നിരിക്കുന്നു. 48 വോട്ടുകൾക്ക് ജി തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ പിന്നിൽ, VPP മുസ്തഫ 106 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. ഉദുമയിലും LDF ആണ് മുന്നിൽ. CH കുഞ്ഞമ്പു ലീഡ് നേടിയിരിക്കുകയാണ്. കാഞ്ഞങ്ങാടും LDF ആണ് മുന്നിൽ. പക്ഷേ കാസർഗോഡ് NDA BJP ആണ് മുന്നിൽ. മഞ്ജുഷ, ഏറ്റവും പ്രധാനം സംസ്ഥാനത്ത് UDFന്റെ മുന്നേറ്റം പ്രകടമാകുന്നു. സൂചനകൾ പുറത്തു വരുന്നു. കാസർഗോഡ് കല്ലട്ര മൈൻ ഹാജി UDF ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. BJP പിന്നിൽ, കാസർഗോഡ് UDF മുന്നിൽ. അതെ, സംസ്ഥാനത്ത് UDF മുന്നിൽ, അശ്വനി പിന്നിലാണ്. അവിടെ കല്ലട്ര മൈൻ ഹാജി UDF ആണ് മുന്നിൽ. സംസ്ഥാനത്തെ പോരാട്ട ചിത്രം UDF 41 മണ്ഡലങ്ങളിൽ ലീഡ് പിടിക്കുന്നു. ഇടതുമുന്നണി 33. ഇഞ്ചോടിഞ്ച് സ്വഭാവമുണ്ട്.